നമുക്ക് കുറച്ചും കൂടെ വലിയ സെൻറ്റൻസ് പഠിക്കാം. സെൻറ്റൻസിൽ നമ്മളിനി ടെൻസുകളും കൂടി പഠിച്ചു പോവുകയാണ്. അതിൽ ആദ്യം നമ്മൾ എന്ത് നോക്കാം, നമ്മൾ മലയാളത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പം ആദ്യം കർത്താവ് പറയും, പിന്നെ ക്രിയ പറയും, പിന്നെ കർമ്മമാണ് വരുന്നത്. ഉദാഹരണത്തിന് മലയാളത്തിൽ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു എന്ന് പറയുമ്പം അതിൽ ഞാൻ കർത്താവ്, കർമ്മം ഒരു പെൺകുട്ടി, ക്രിയ കണ്ടു. അത് നമ്മൾ സെയിം ഇംഗ്ലീഷിൽ വരുമ്പം ഞാൻ കർത്താവ്, ക്രിയ, കണ്ടു, ഗേൾ കർമ്മം. അപ്പോൾ ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. അതിൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? കർത്താവ്, ക്രിയ, കർമ്മം. ഉദാഹരണങ്ങൾ 2-3 നോക്കാം. ഗേൾ, ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. ഗോട്ട് എ പ്രൈസ്, എനിക്ക് ഒരു സമ്മാനം കിട്ടി. കർത്താവ്, ഗോട്ട് ക്രിയ, കിട്ടി, എ പ്രൈസ് കർമ്മം. മലയാളത്തിൽ വരുമ്പോൾ ആ ഓർഡർ മാറിയാണ് വരുന്നത്. ഇംഗ്ലീഷിൽ ഇത് നമ്മൾ ശ്രദ്ധിച്ചോണം. ആദ്യം കർത്താവ് പറയണം, പിന്നെ ക്രിയ പറയണം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയണം. അടുത്തത് മൈ ഫാദർ ഈസ് എ ഫാമർ, എൻ്റെ അച്ഛൻ ഒരു കർഷകനാകുന്നു. അതുപോലെ റെസ്പെക്റ്റ് ഓൾ മൈ ടീച്ചേഴ്സ്, ഞാൻ എൻ്റെ എല്ലാ അധ്യാപകരെയും റെസ്പെക്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. അവർ ഈറ്റ്, കഴിച്ചു, ലഞ്ച് അറ്റ് നൂൺ, ഉച്ചയ്ക്ക് കഴിച്ചു. മൈ ക്യാറ്റ് സ്ലീപ്സ് ഓൺ ദ സോഫ, എൻ്റെ പൂച്ച സ്ലീപ്സ് ഓൺ ദ സോഫ, സോഫയിൽ ഉറങ്ങുന്നു. ഇവിടെ സ്ലീപ്പ് വന്നപ്പോൾ എസ്സും കൂടി വന്നു. അതിനെക്കുറിച്ച് നമുക്ക് താഴോട്ട് പിന്നെ പറയാം. ഇതിപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് സെൻറ്റൻസ് പരിചയപ്പെടുത്തുവാണേ. യു സീം ടയേർഡ്, നീ ക്ഷീണിതനായി തോന്നുന്നു. ഐ ലൈക്ക് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, ഞാൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. വി വോക്ക് സ്ലോലി, ഞങ്ങൾ മെല്ലെ നടക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പറയുന്നത്. സബ്ജക്റ്റ് ആദ്യം കർത്താവ്, പിന്നെ ക്രിയ, കർമ്മം, പിന്നെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആഖ്യാദം ഒക്കെ വരുന്നതൊക്കെ ഉണ്ട്. ഇതിപ്പം നമ്മളിത് മനസ്സിലാക്കുക. ആദ്യം സബ്ജക്റ്റ് പറയുന്നു, പിന്നെ ക്രിയ പറയുന്നു, പിന്നെയാണ് കർമ്മം പറയുന്നത്. ഇനി നമുക്ക് സെൻറ്റൻസ് വൈസ് പഠിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്ന പറഞ്ഞാൽ വർത്തമാനകാലം. ഈ ടെൻസ് തന്നെ 3 ഉണ്ട്. പിന്നെ വർത്തമാനവും, ഭൂതവും, ഭാവിയും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞു പോയത്, ഇനി നടക്കാനിരിക്കുന്നത്. ഇതിൽ തന്നെ 4 ഓരോന്നിലും, ഈ 3-ൽ ഓരോന്നിലും 4 വീതം ടെൻസുകൾ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിൽ ആദ്യത്തേത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ശീലങ്ങൾ പറയാനും, യാഥാർത്ഥ്യം, വസ്തുതകൾ, പൊതുവായ സത്യങ്ങൾ, പതിവ് പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഏതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം കർത്താവ് സബ്ജക്റ്റ് പറയും, അത് കഴിഞ്ഞ് V1 വെർബിൻ്റെ ബേസ് ഫോം V1 പറയും. V1 ഇവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ, അതായത് വെർബിനെ കർത്താവല്ല, സബ്ജക്റ്റ് അല്ല, വെർബ് പറയുമ്പം ഇവിടെ നമ്മൾ എസ് അല്ലെങ്കിൽ ES ചേർത്ത് വെർബിനെ സിംഗുലർ ആക്കാറുണ്ട്. അത് തേർഡ് പേഴ്സൺ സിംഗുലറായിട്ട് സബ്ജക്റ്റ് വരും. അതിനെക്കുറിച്ച് ഇപ്പം തന്നെ നമ്മൾ പറയും. ഇതൊന്ന് കേട്ടിരുന്നു. അങ്ങനെ വരുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒബ്ജക്റ്റ് ചേർക്കുന്നു, സബ്ജക്റ്റ് ചേർക്കുന്നു, വെർബ് ചേർക്കുന്നു. വെർബിൻ്റെ V1 ഫോം, V1, V2, V3, V4, V5 5 ഫോംസ് നമ്മൾ വിശാലമായിട്ട് പഠിച്ചിട്ടുണ്ട് പഴയ ക്ലാസ്സുകളിൽ. അതിൻ്റെ ലിങ്ക് താഴെ ചേർത്തേക്കാമേ. അപ്പോൾ സബ്ജക്റ്റ് ചേർക്കുന്നു, വെർബ് ചേർക്കുന്നു, ഒബ്ജക്റ്റ് ചേർക്കുന്നു. അങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എഴുതുന്നത്. ഇവിടെ എസ് ഓർ ES ബ്രാക്കറ്റിൽ പറഞ്ഞതിന് കാരണം ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ് സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലറായിട്ട് വന്നാൽ, അതായത് തേർഡ് പേഴ്സണിൽ സിംഗുലറായിട്ട് വരുന്നത് ഹീ, ഷീ, ഇറ്റ്. പേഴ്സൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപേ വിശാലമായിട്ട്. അതിൻ്റെ ലിങ്കും താഴെ ചേർത്തിരിക്കാം. അപ്പോൾ തേർഡ് പേഴ്സണിൽ ഹീ, ഷീ, ഇറ്റ്, അവൻ, അവൾ, അത്. പിന്നെ മറ്റെല്ലാ നൗണുകളും ഏകവചനത്തിൽ വരുന്ന നാമങ്ങൾ വന്നാലും വെർബും സിംഗുലറായിട്ട് തന്നെ ഉപയോഗിക്കണം. വെർബിനെ സിംഗുലറാക്കാൻ വെർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർത്താണ് സിംഗുലറാക്കുന്നത്. അത് നമ്മൾ റൂള് വിശാലമായിട്ട് പഠിച്ചിട്ടുണ്ട്. അന്ന് പഠിച്ചവർക്ക് ഇപ്പം ഇത് ഓർമ്മ കാണും. അതുകൊണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പോയി അത് കണ്ടുപഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് ഉദാഹരണം നോക്കിയോ. ഐ പ്ലേ ദ ഗിത്താർ. സബ്ജക്റ്റ്, പ്ലേ വെർബ്, വെർബിൻ്റെ V1 ഫോമാണ്, വെർബ് പ്ലേ. ദ ഗിത്താർ ഒബ്ജക്റ്റ്. അപ്പം ഐ പ്ലേ ദ ഗിത്താർ, ഞാൻ ഗിത്താർ വായിക്കുന്നു. ഇവിടെ V1 ആണ് പ്ലേ, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്. എസ് ഓർ ES വരുന്നത് പിന്നീട് ഉദാഹരണം പറയാം. ഇപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാം. അടുത്തത് ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്.
അടുത്തത് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ പോസിറ്റീവ് പറയുമ്പം ഇങ്ങനെയാണ്, ഐ പ്ലേ ദ ഗിത്താർ. അതായത് സബ്ജക്റ്റും V1 വെർബിൻ്റെ ബേസ് ഫോം അതായത് V1ഉം ഒബ്ജക്റ്റും ചേർത്താൽ പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാകും. ഇതിനെ നെഗറ്റീവ് ആക്കാൻ എന്തോ ചെയ്യും, സബ്ജക്റ്റ് എഴുതും, പിന്നെ ഡോണ്ട്, ഡു നോട്ടിനെ നമ്മൾ ചുരുക്കി ഡോണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡെസിൻ്റെ, ഡെസ് നോട്ട്, ഡെസ് നോട്ട്, ഡെസിൻ്റെ അല്ലെങ്കിൽ ഡോണ്ട്, ഡെസിൻ അല്ലെങ്കിൽ ഡോണ്ട്, ഇത് രണ്ടും ചേർത്ത് ഏതാണ് അനുയോജ്യമായത് ചേർത്തിട്ട് V1 ചേർത്ത് ഒബ്ജക്റ്റും ചേർക്കുമ്പോൾ ആ ക്രിയ അല്ലെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവാണ്. ഇവിടെ വേറൊന്നും ഇല്ല, V1ന് തൊട്ട് മുമ്പ് എന്തോ ചേർക്കും, ഡോണ്ട് അല്ലെങ്കിൽ ഡസിൻ്റെ. ഈ ഡോണ്ടും ഡസിൻ്റും ചേർക്കുന്ന എവിടെയാണെന്നറിയോ, ഈ എസ് ഓർ ES ചേർത്ത വെർബ് ആണെങ്കിൽ ഡസിൻ്റെ ചേർക്കും, എന്നിട്ട് V1 ചേർക്കും. ആ സ്പ്ലിറ്റ് ചെയ്യുന്നത് നമുക്ക് താഴെ പറയാം. അപ്പോൾ ഉദാഹരണം നോക്ക്, ഐ ഡോണ്ട് പ്ലേ ദ ഗിറ്റാർ. ഇവിടെ ഡോണ്ട് വന്നത് എന്താണെന്നറിയോ, ഇവിടെ ഐ ആയപ്പം വെർബ് പ്ലേ ആണ്, പ്ലേ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡു പ്ലസ് പ്ലേ ആണ് പ്ലേ. അതേസമയം ഡെസ് വരുമ്പോഴെങ്ങനെയാണെന്ന് അറിയാമോ, പ്ലേസ് എന്ന് വന്നാൽ PLAYS പ്ലേസ് സിംഗുലറായിട്ട് വന്നാൽ അവിടെ ഡെസ് വരും, DOES ഡസ് പ്ലസ് പ്ലേ ആണ് പ്ലേസ്. വിശാലമായിട്ട് തൊട്ടടുത്ത പേജിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് നോക്കൂ. അപ്പോൾ സബ്ജക്റ്റ് V1 ഒബ്ജക്റ്റ് വരുമ്പം പോസിറ്റീവ്, സബ്ജക്റ്റ് ഡോണ്ട് അല്ലെങ്കിൽ ഡെസിൻ്റെ കൂടെ V1 ഒബ്ജക്റ്റും ചേർത്ത് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കും. സിമ്പിൾ പ്രസൻറ്റിലാണേ, സിമ്പിൾ പ്രസൻറ്റിൻ്റെ നിയമങ്ങളാണ് ഈ പറയുന്നത്. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ വരുമ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കഴിഞ്ഞതിൽ വിൽ യു വോണ്ട് യു ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ചേർക്കും, ഡു ഓർ ഡസ്. ഇവിടെ പ്ലേ ആണെങ്കിൽ ഡു ചേർക്കും, പ്ലേസ് ആണെങ്കിൽ ഡസ് ചേർക്കും, ഡു ഓർ ഡസ്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ V1 ഒബ്ജക്റ്റ്. ഇത് ആദ്യം ചേർക്കും, സബ്ജക്റ്റ് ഇങ്ങോട്ട് ചേർക്കും, ബാക്കി അതുപോലെ ഉണ്ടോ, ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഡു ചേർക്കുന്നത് പ്ലേ ആണെങ്കിൽ, പ്ലേസ് ആയിരുന്നെങ്കിൽ ഡസ് ചേർക്കും. മനസ്സിലായോ? വെർബ് സിംഗുലർ ആണെങ്കിൽ ഡസും അല്ലെങ്കിൽ ഡൂയുമാണ് ചേർക്കുന്നത്. ഏതിൻ്റെ കാര്യമോ, സിമ്പിൾ പ്രസൻറ്റിൻ്റെ കാര്യം. അപ്പോൾ എക്സാമ്പിൾ നോക്ക്, ഡു ഐ പ്ലേ ദ ഗിത്താർ. ഇവിടെ പ്ലേ ദ ഗിത്താർ, ഐ പ്ലേ ദ ഗിത്താർ പറഞ്ഞില്ലേ, അവിടെ ഡു ആദ്യം വന്നു, പിന്നെ ഐ വന്നു, പ്ലേ ദ ഗിത്താർ ബാക്കി വന്നു, ക്വസ്റ്റ്യൻ മാർക്കും ചേർത്തു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഡൂവും ഡസും ചേർത്ത് ചോദ്യം വന്നാൽ അതിന് ഉത്തരം എസ് അല്ലെങ്കിൽ നോ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നും പറയും. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പം പഠിക്കാം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻ വേർഡും, ക്വസ്റ്റ്യൻ വരുന്ന ഇതും എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഉദാഹരണം നോക്കാം. യു റീഡ് ബുക്സ്, നീ ബുക്ക് വായിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു. യു ഡോണ്ട് റീഡ് ബുക്സ്, നീ പുസ്തകങ്ങൾ വായിക്കുന്നില്ല. അതിനെ നെഗറ്റീവ്, ഈ യു റീഡ് ബുക്സ് എന്നുള്ളതിനെ നെഗറ്റീവ് ആക്കാനാണ് ഇവിടെ ഡോണ്ട് ചേർത്ത് ബാക്കി അതുപോലെ എഴുതിയത്. ഇതിനെ ക്വസ്റ്റ്യൻ ആക്കാനോ, ഇതിന് മുന്നേ എന്ത് ചെയ്തു, ഇതിൻ്റെ മുന്നിൽ, അതായത് ആദ്യം നമ്മൾ എഴുതിയ പോസിറ്റീവ് സെൻറ്റൻസിന് മുന്നിൽ നമ്മളൊരു ഡു ചേർത്തതേ ഉള്ളൂ. ഡു യു റീഡ് ബുക്സ്. കണ്ടോ? അടുത്തത് നോക്ക്, ഷീ ഡ്രൈവ്സ് എ കാർ, അവൾ കാർ ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ അതിന് നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യും, ഡു ഓർ ഡസ് ചേർക്കുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഡ്രൈവ്സ് സിംഗുലർ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡസ് ആണ് ചേർക്കാനുള്ള. റീഡ് വന്നപ്പം ഡു ആണ് ചേർക്കുന്നത്, ഡ്രൈവ്സ് സിംഗുലറായ വെർബ്. ഇവിടെ ഷീ വന്നു, ഷീ ഏകവചനമാണ്, തേർഡ് പേഴ്സൺ ആണ്, അപ്പം വെർബും സിംഗുലർ ആയിരിക്കും. ഈ വെർബ് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡ്രൈവ്സ് എന്ന് എഴുതിയത്, ഡ്രൈവ്സ് എ കാർ. അപ്പോൾ ഇതിനെ നെഗറ്റീവ് ആക്കാൻ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു, നമ്മൾ ഈ ഡ്രൈവ്സ് എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ നോട്ട് ചേർത്തു. ഷീ ഡസിൻറ്റ് ഡ്രൈവ്, ഡസ് നോട്ട് ഡ്രൈവ് എ കാർ. അടുത്തത് ഇനി നമ്മളതിനെ ചോദ്യമാക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഈ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡസ്സാണ് വന്നത്, എന്തുകൊണ്ടാണ്, സിംഗുലർ വന്നുകൊണ്ട്. അപ്പോൾ ആ ഡൂവിന് പകരം ഇവിടെ ഡസ് എഴുതി, ഇവിടെ ഡൂ ആണ് എഴുതിയത് റീഡ് ആയതുകൊണ്ട്. അതേസമയം ഡ്രൈവ്സ് വന്നതുകൊണ്ടാണ് ഇവിടെ ഡസ് എഴുതിയത്. അപ്പം ഡസ്, പിന്നെ സബ്ജക്റ്റ് ഷീ, പിന്നെ ഡ്രൈവിൻ്റെ സിംഗുലർ ഫോം, വെർബിൻ്റെ V1 ഫോം എ കാർ, ഒബ്ജക്റ്റ് അതുപോലെ എഴുതി. ഡസ് ഷീ ഡ്രൈവ് എ കാർ. ഇവിടെ ഷീ ഡ്രൈവ്സ് എ കാർ, ഷീ ഡസിൻറ്റ് ഡ്രൈവ് എ കാർ. അതിനെ നെഗറ്റീവാക്കി, അവൾ ഡ്രൈവ് ചെയ്യുന്നില്ല. ഡസ് ഷീ ഡ്രൈവ് എ കാർ, അവൾ ഡ്രൈവ് ചെയ്യുന്നു. അപ്പം 3 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ, പോസിറ്റീവ്, നെഗറ്റീവ്, ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമുക്ക് ഈ വെർബ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡു പ്ലസ് വർക്കാണ് വർക്കെന്ന് തന്നെ എഴുതുന്നത്. വർക്ക് എന്ന് ആണെങ്കിൽ, എസ് ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ വർക്കെന്ന് എഴുതും,
അതിൻ്റെ കൂടെ ഡൂവും ചേർക്കും. ഇവിടെ എഴുതുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് പ്ലസ് വർക്കാണ് വർക്ക്സ്. ഡസ് പ്ലസ് വർക്ക് വർക്ക്സ്. അതുപോലെ വർക്ക്ഡ് വർക്ക്ഡ് ഡ് ഒക്കെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതുകൊണ്ടാണ് എടുത്ത് കടുപ്പിച്ച് പറയുന്നത്. വർക്ക്ഡ് ഡിഡ് പ്ലസ് വോക്ക്, ഡിഡ് പ്ലസ് വർക്ക്, വർക്ക് പ്ലസ് ഡിഡാണ് വർക്ക്ഡ്. ഇത് മനസ്സിലായോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം ഒന്നും കൂടി പറയാം. ഇത് വിശാലമായിട്ട് നമ്മളൊരു ക്ലാസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നത് പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ആദ്യം പഠിപ്പിച്ചത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഇപ്പം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് പഠിക്കുന്നത്. അതിൽ സബ്ജക്റ്റായിട്ട് വരുന്നത്, സബ്ജക്റ്റായിട്ട് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മൂന്നാമൻ, ഞാനുമല്ല നിങ്ങളുമല്ല മറ്റൊരാളെ പറയുമ്പോൾ, അതായത് അവൻ അവൾ അങ്ങനെയൊക്കെ ഉള്ളത്, അത് മറ്റാരെങ്കിലും പേര് ഇതൊക്കെ പറയുമ്പോഴാണ് തേർഡ് പേഴ്സൺ വരുന്നത്. ഫസ്റ്റ് പേഴ്സൺ വരുന്നത് ഐ വി, ഞാൻ ഞങ്ങൾ എന്നൊക്കെ പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ നീ നിങ്ങൾ. തേർഡ് പേഴ്സൺ അവർ അവൻ അവൾ ഇതൊക്കെ വരുന്നത്. അപ്പം അവർ അവൻ അവൾ അതൊക്കെ പറയുമ്പോൾ അതിൽ സിംഗുലറായിട്ട് വരുന്ന ഏകവചനമായിട്ട് വരുന്നത് ഹീയും ഷീയും ഇറ്റും. അവൻ അവൾ അത്, അതുപോലെ തന്നെ ആൾ അതർ നൗൺസ് മറ്റ് നാമങ്ങളും ആണ് തേർഡ് പേഴ്സണിൽ സിംഗുലറായിട്ട് വരുന്നത്. ഇവയൊക്കെ വന്നാൽ വെറുബും സിംഗുലറായിരിക്കണം. എവിടെ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റായിട്ട് വരുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. വെർബിനെ സിംഗുലർ ആക്കാൻ എന്ത് ചെയ്യും? വെർബിൻ്റെ V1നോട്, അതായത് ബേസ് ഫോമിനോട് എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. ഈ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുന്നതിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ വിശാലമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ റൂള് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോഴേ അത് എങ്ങനെ നോക്ക്, വർക്കിൻ്റെ കൂടെ എസ് ചേർത്ത് വർക്ക്സ്, റീഡിൻ്റെ കൂടെ എസ് ചേർത്ത് റീഡ്സ്, അപ്പോൾ വെർബ് സിംഗുലറായി. പ്ലേയുടെ കൂടെ എസ് ചേർത്ത് പ്ലേസായി. ഗോയുടെ കൂടെ ഇ എസ് ചേർത്താലേ സിംഗുലറാവും. ഗോസ്. ടീച്ച് ടീച്ചേഴ്സ്, അവിടെയും ഇ എസ് ചേർത്തു. വാഷ് വാഷസ്. ഈ ഇ എസ് വരുന്ന റൂൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ നോക്ക്, ഷീ വന്നപ്പം തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, അതുകൊണ്ടാണ് വെർബും സിംഗുലർ ആയത്. വെർബിനെ സിംഗുലർ ആക്കാൻ ഡ്രൈവ് V1ൻ്റെ കൂടെ എസ് ചേർത്തു. മനസ്സിലായോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സാധാരണ ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണെന്നാണ്. ശാസ്ത്ര സത്യങ്ങൾ, മാറ്റമില്ലാതെ തുടരുന്ന കാര്യങ്ങൾ, പൊതുതത്വങ്ങൾ ഇവയൊക്കെ പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. ഉദാഹരണം, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു, അത് പൊതുതത്വമാണ്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, സൺ എന്ത് ചെയ്യുന്നു? പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇവിടെ ഉണ്ടാ എസ് വന്നത്, എസ് ഇവിടെ സെറ്റിൻ്റെ കൂടെ എസ് ചേർത്ത് സിംഗുലറാക്കി, റൈസിൻ്റെ കൂടെ എസ് ചേർത്തു, അവിടെയും എന്തായി? സിംഗുലറാക്കി. ഇവിടെ നമുക്ക് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി, വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നു. അപ്പോൾ ഇത് മൂന്നും, ഇത് ശാസ്ത്രീയ സത്യമാണ്, ഇത് പൊതുതത്വമാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും എന്തിലേ പറയൂ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലേ പറയത്തുള്ളൂ. ഇത് ഇവിടെ ദ സൺ എന്ന് പറഞ്ഞ തേർഡ് പേഴ്സൺ സിംഗുലറാണ്, വാട്ടർ എന്ന് പറയുന്നതും സിംഗുലറായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ബോയിൽസ്, റൈസസ്, സെറ്റ്സ്. മനസ്സിലായോ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമേ ഈ റൂളുള്ളൂ. പിന്നെ ശീലങ്ങൾ പറയാൻ, സ്ഥിരമായിട്ടുള്ള ശീലങ്ങൾ പറയാം. ഐ പ്ലേ ക്രിക്കറ്റ് എവരി സൺഡേ, ഞാൻ എല്ലാ ഞായറാഴ്ചയും ക്രിക്കറ്റ് കളിക്കും. അതുപോലെ ഷീ എക്സർസൈസസ് എവരി ഡേ, അവൾ എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുന്നു. ഇവിടെ ഷീ വന്നതുകൊണ്ടാണ് ഇ എസ് വന്നത്, സിംഗുലർ വന്നത്, വെർബ്. മനസ്സിലായോ? പിന്നെ ഫ്യൂച്ചർ ടൈം ടേബിൾ, ഷെഡ്യൂൾഡ് ഈവൻറ്റ്സ്, നമ്മൾ മുൻകൂട്ടി കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈവൻറ്റ്സ് പറയാനും, പിന്നെ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അവർ ട്രെയിൻ ലീവ്സ് അറ്റ് 9 AM, നമ്മുടെ ട്രെയിൻ 9 മണിക്ക് പുറപ്പെടും, അത് മുൻകൂട്ടി തീരുമാനിച്ച കാര്യമാണ്. ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 10 AM ടുമോറോ, നാളെ 10 മണിക്ക് മീറ്റിംഗ് ആരംഭിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഒപ്പീനിയൻസ് ആൻഡ് കമൻറ്ററീസ്. അത് ഐ ബിലീവ് ഇൻ ഇക്വാലിറ്റി ഫോർ ആൾ, എല്ലാവർക്കും തുല്യതയിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമ്മുടെ സ്വന്തം അഭിപ്രായം അങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്ററീസൊക്കെ പറയുമ്പോഴും എപ്പോഴും എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ കഥകൾ പറയുമ്പം, കഥ പറയുമ്പോഴും കാര്യങ്ങൾ പറയാൻ എന്തുപയോഗിക്കും?
സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കും. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു വെർബ് എഗ്രിമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അത് ഉപയോഗമല്ല. ഇതിലുള്ള ഒരു ട്രിക്ക് നിയമമാണ് ഷീ വർക്ക്സ് ഹാർഡ്, അവൾ കഠിനാധ്വാനം ചെയ്യുന്നു. ഇവിടെ വർക്ക്സ് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? സിംഗുലർ വന്നുകൊണ്ട് വെർബ് സിംഗുലർ ആക്കിയതുകൊണ്ടാണ് വർക്ക്സ് വന്നത്. ദേ ആണെങ്കിൽ വർക്ക് എന്നേ വരൂ. ദേ റീഡ് ബുക്സ് ഇൻ ദ ലൈബ്രറി, അവർ ലൈബ്രറിയിൽ പുസ്തകം വായിക്കുന്നു. ഇവിടെ ദേ തേർഡ് പേഴ്സൺ അല്ല, സിംഗുലറും അല്ലാത്തത് കൊണ്ട് ദേ തേർഡ് പേഴ്സൺ ആണ്, പക്ഷേ സിംഗുലർ അല്ല, അതുകൊണ്ട് വെർബ് സിംഗുലർ ആയില്ല. പക്ഷേ ഇവിടെ തേർഡ് പേഴ്സണിൽ സിംഗുലർ വന്നതുകൊണ്ട് വെർബും സിംഗുലർ ആക്കുന്നു. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് ഒരുവിധം ധാരണയായിട്ടുണ്ട്. നിങ്ങൾ ബാക്കി ഇത് നന്നായിട്ട് വായിച്ചോ എഴുതി വെച്ചോ പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ഇതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ.